ഹായ് ഫ്രണ്ട്സ്, MD കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മാരിഗോൾഡ് കൊണ്ടുള്ള ഒരു കേക്കാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. പഞ്ചസാരയും ഏലക്കയും, ഒരു ഗ്ലാസ് പാല്, മാരിഗോൾഡ് ബിസ്ക്കറ്റ്, ഇത്രയാണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പഞ്ചസാര ഏലക്കയും നമ്മൾ ആദ്യം പൊടിച്ചെടുക്കണം. സോ നമുക്ക് ആദ്യം അത് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മാരിഗോൾഡ് ബിസ്ക്കറ്റും കൂടി പൊടിച്ചെടുക്കാം. മാരിഗോൾഡ് ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പാല് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് ഇതുപോലെ കലർത്തി കൊടുക്കാം. നമ്മൾ കലർത്തി കൊടുത്തതിന് ശേഷം ഇത് ഇച്ചിരി ലൂസായി പോയി. നമുക്ക് ലൂസായി പോയത്. അങ്ങനെ ലൂസായാൽ നമുക്കൊരു 3 സ്പൂൺ മൈദയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഇത് കട്ടിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കണ്ട. നമ്മളതിലേക്ക് 3 സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളതിലേക്ക് 3 സ്പൂൺ ഈനോ ആഡ് ചെയ്ത് കൊടുക്കാം.
2 സ്പൂൺ ഈനോ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കലർത്തി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു പാത്രത്തിൽ ബട്ടർ നേരത്തെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കിയ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കല്ലുപ്പും സ്റ്റാൻഡും ഒക്കെ വെച്ച് നമ്മുടെ ഒരു കുക്കർ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് തട്ടി കൊടുക്കുക. കാരണം ഇതിനകത്തുള്ള എയർ പോകാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത കുക്കറിനകത്ത് നമ്മുടെ ഈ ബാറ്റർ അതിനകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്ക് അടച്ച് ഒരു 45 തൊട്ട് 50 മിനിറ്റ് കുക്കറിനകത്ത് വേവിച്ചെടുക്കണം. നാൽപ്പത്തഞ്ച് 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്ത് വെച്ച ഈ കേക്ക് നമുക്ക് എങ്ങനെയുണ്ടെന്ന് തുറന്ന് നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി ഒരു അരമണിക്കൂർ ഇത് കൂളാകാനായിട്ട് മാറ്റി വെക്കുക. റൂം ടെമ്പറേച്ചറിൽ കൂളാകാനായിട്ട് വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ കേക്കിൻ്റെ ഈ സൈഡുകളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ മാരിഗോൾഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര നന്നായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മളെ കേക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.